സ്വാഗതം. ഞാൻ ഷിഫ്ന. ഡിവിഷന്റെ 311 അധ്യായമാണ് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ എത്തുന്നത് ഷംല ഐരൂർ മാഡമാണ്. പ്രിൻസിപ്പൽ, സൈക്കോളജിസ്റ്റ്, ഫൗണ്ടർ ഓഫ് അൽമാസ് സൊല്യൂഷൻ ഹട്ട്സ്, NLP പ്രാക്ടീഷണർ, മെന്റൽ ഹെൽത്ത് ഫെസിലിറ്റേറ്റർ, സ്റ്റുഡന്റ് മെന്റർ, ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനർ തുടങ്ങി വിവിധ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. അവർ ഒരു സിജിയൻ കൂടിയാണ്. ഏറെ സ്നേഹത്തോടെ ഷംല മാഡത്തെ ഡിവിഷൻ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മാം. ഡിവിഷൻ പ്രോഗ്രാം ഡയറക്ടർ നൂസിയ മാഡം, അണിയറ പ്രവർത്തകർ, ടീം ഇൻചാർജ് ഫെമിന മാഡം, പ്രോഗ്രാമിന്റെ എല്ലാമായ പ്രേക്ഷകർ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായി ഷംല മാഡത്തെ ക്ഷണിക്കുന്നു. മാം, പ്ലീസ്. Thank you, Shivna. Thank you very much. Okay. Audible ആണല്ലോ അല്ലേ? Yes, ma'am. Okay. Good morning all. ഞാൻ ഷംല, ഷിഫ്ന മാം എന്നെ പരിചയപ്പെടുത്തി. ഓക്കെ, നമുക്ക് ഇതുവരെ സെഷനിലേക്ക് കടക്കാം. ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? നമ്മളെല്ലാവരും എല്ലാ സമയത്തും ഓരോ കാര്യങ്ങൾക്കായിട്ട് ശ്രമിക്കാറുണ്ട്. അത് നമ്മളെ മാറ്റാനാണോ അതോ മറ്റുള്ളവരെ മാറ്റാനാണോ? നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും നമ്മൾ ബിഹേവ് ചെയ്യുന്നതാണ്. നമ്മുടെ കുട്ടികൾ ഇങ്ങനെ പെരുമാറണം, അതല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ഇങ്ങനെ സംസാരിക്കണം. അതേപോലെ തന്നെ നമ്മൾ പലരും അവര് ആ റെസ്പോൺസിബിലിറ്റി എടുക്കണം, നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അങ്ങനെ പല കാര്യത്തിലും നമ്മള് പലരെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അവരെ മാറ്റണം, മറ്റുള്ളവരെ മാറ്റണം, അത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ റിലേഷൻഷിപ്പിലും നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഓരോ കറക്റ്റിംഗ് എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യാൻ. ഹൗ ഡു ഐ കറക്റ്റ് സംവൺ? നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യാൻ പറ്റുക? അതിനു മുൻപ് നമ്മൾ നമ്മളോട് ചോദിക്കണം, ബിഫോർ ഐ കറക്റ്റ് ദം, ക്യാൻ ഐ കണക്ട് വിത്ത് ദം? നമ്മൾ ഓരോരുത്തരും വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഒരാളെ കറക്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ അവരുമായിട്ട് എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളത്. യെസ്, കണക്ട് ബിഫോർ യു കറക്റ്റ്. നമ്മൾ ഒരാളായിട്ട് കറക്റ്റ് ചെയ്യുന്നതിന്റെ മുൻപായിട്ട് തീർച്ചയായിട്ടും നമ്മൾ അവരോടൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു കാര്യത്തിന് പ്രസക്തി പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മളെല്ലാവരെയും ട്രിഗർ ചെയ്യുന്ന എന്തോ ഒരു ബിഹേവിയർ ഉണ്ടല്ലേ? എന്തായിരിക്കും നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് ഒരു ട്രിഗറിങ് വരുന്ന ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത്? മറ്റൊരാളില് നമ്മളെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് ബിഹേവിയേഴ്സ് ഉണ്ടാവും. മറ്റുള്ളവരുടെ ബിഹേവിയർ കാണുമ്പോൾ നമുക്ക് പല ഇറിറ്റേഷൻസ് വരും. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാമില് പലരും ലേറ്റ് ആയി വരും. ഇങ്ങനെ ലേറ്റ് ആയി വരുന്ന സമയത്ത് അവിടെ നമുക്കൊരു ഇറിറ്റേഷൻ വരാറുണ്ട്, ആണല്ലോ. അതുപോലെ നമ്മൾ പല കാര്യങ്ങളും പലരോടും ചോദിക്കുന്നുണ്ടാവും, പല കാര്യങ്ങളും. അപ്പൊ അതിന് പലരും പ്രോപ്പറായ റിപ്ലൈ തരാതിരിക്കുന്നു. അങ്ങനെ റിപ്ലൈ തരാതിരിക്കുന്ന സമയത്തും ഇതേപോലെ തന്നെ നമുക്ക് ഇറിറ്റേഷൻ വരാറുണ്ട്. അതുപോലെ എന്താ പറയാ, ചില കാര്യങ്ങൾക്ക് എന്ത് കാര്യം ചോദിക്കുമ്പോഴും നോ പറയുന്ന ആളുകളുണ്ട്. എന്ത് ചോദിച്ചാലും അവർ ഓക്കെ അല്ല. അതേപോലെ നമ്മളെ ഒന്നിനും ശ്രദ്ധിക്കാൻ, എന്ത് പറഞ്ഞാലും ഒന്നും കേൾക്കില്ല. നമ്മുടെയൊക്കെ ഫാമിലി ലൈഫില് പലരും പറയുന്ന കാര്യങ്ങളാണ്, എന്നെ ഒന്ന് കേട്ടുകൂടെ എന്നുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ മേലില് ആവട്ടെ, അല്ലെങ്കിൽ നമ്മളാണെങ്കിലും മറ്റുള്ളവരെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്ന, അതുപോലെ ചില കാര്യങ്ങൾ വളരെ സൈലന്റ് ആയിരിക്കുന്ന, അങ്ങനെ എക്സെട്ര ഒരുപാട് കാര്യങ്ങൾ. ഇതെല്ലാം ഇങ്ങനെ നമ്മൾ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മളാവട്ടെ മറ്റുള്ളവരാവട്ടെ, നമുക്ക് ഈ ഒരു ട്രിഗറിങ് പലരും നമ്മളോട് പറയുന്നതായിട്ടും നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ്. ഓരോ കാര്യങ്ങളും നമ്മൾ ട്രിഗർ ചെയ്യുന്നു എന്നുള്ളത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര ഡിഫറെന്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആണ്
ലേറ്റ് ആവുക എന്ന് പറയുന്നത്, അതുപോലെ തന്നെ റിപ്ലൈ തരുന്നില്ല, എല്ലാത്തിനും നോ പറയുന്നു, നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ നന്നായി ഒരുപാട് കൺട്രോൾ ചെയ്യുന്നു, എന്ത് ചോദിച്ചാലും ഒരു സൈലന്റ് ആയിട്ട് ഒരു ആക്റ്റീവ് അല്ലാതെ ഇരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ബിഹേവിയേഴ്സ് ആണ് നമ്മളിവിടെ കണ്ടത്. പക്ഷെ ഈ ഒരു ബിഹേവിയർ, ഈ പറഞ്ഞതെല്ലാം ഒരു ബിഹേവിയർ മാത്രമാണ്. ഒരാൾ ലേറ്റ് ആണ് എന്ന് പറയുമ്പോൾ, റിപ്ലൈ ഇല്ല എന്ന് പറയുമ്പോൾ, ആ ബിഹേവിയറിന് പിന്നില് എന്തോ ഒന്ന് ഉണ്ട്. അത് ശരിക്കും നമ്മൾ റിയലൈസ് ചെയ്യേണ്ടതുണ്ട്. എവ്രി ബിഹേവിയർ ഹാസ് എ പോസിറ്റീവ് ഇന്റൻഷൻ എന്നുള്ളത്. എല്ലാ ബിഹേവിയറിന്റെ പിന്നിലും കൃത്യമായ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഇന്റൻഷൻ ഉണ്ടായിരിക്കും. നമുക്ക് ഒരു ബിഹേവിയർ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ അതിന്റെ പിന്നിലുള്ള കാരണം അത് കാണാനായിട്ട് ആരും ശ്രമിക്കാറില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ പലപ്പോഴും കണ്ടുവരുന്ന കാര്യം. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ബിഹേവിയർ കാണുമ്പോൾ, ഇപ്പോ ഒരാള് സൈലന്റ് ആയി ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ആ കുട്ടി അല്ലെങ്കിൽ ആ വ്യക്തി തീരെ ആക്റ്റീവ് അല്ല, എന്തുകൊണ്ട് സൈലന്റ് ആയി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. സി, ഒരു കള്ള് കുടിക്കുന്ന ഒരാളാണ് എന്ന് കൂട്ടാം. ആ കള്ള് കുടിക്കുന്ന ആ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ആ കുടിക്കുന്ന കാര്യത്തിൽ എന്തോ ഒരു പോസിറ്റീവ് ഇന്റൻഷൻ ഉണ്ട്. മേ ബി ആളുടെ വിഷമങ്ങൾ മറക്കുന്നതാവാം, അല്ലെങ്കിൽ ആൾക്കൊരു ലഹരി എന്നുള്ളതാവാം, എന്തോ ആവട്ടെ, ആ വ്യക്തിക്ക് അവിടെ എന്തോ ഒരു പോസിറ്റീവ് ഇന്റൻഷൻ ഉണ്ട്. മേ ബി നമുക്കത് വളരെ മോശമായിരിക്കാം. അതേപോലെ തന്നെ എപ്പോഴും ദേഷ്യം കാണിക്കുന്ന ഒരാള്, എല്ലാ കാര്യം എന്ത് ചോദിച്ചാലും എപ്പോഴും ദേഷ്യപ്പെടുന്നു, എന്തിനും ദേഷ്യം കാണിക്കുന്ന ഒരാൾ, അവിടെയും എന്തുണ്ടായിരിക്കും? ആ വ്യക്തിയില് അങ്ങനെ ഒരു ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിൽ ആളിലും എന്തോ ഒരു പോസിറ്റീവ് ഇന്റൻഷൻ ഉണ്ടായിരിക്കും. നമുക്ക് അത് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് ആ വ്യക്തിയില് അത്തരം ഒരു ബിഹേവിയർ കാണിക്കുന്നതിന് പിന്നിലുള്ള പോസിറ്റീവ് ഇന്റൻഷൻ എന്താണ് എന്ന് നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് ഹീൽ ചെയ്യണം. അവരുടെ പോസിറ്റീവ് ഇന്റൻഷൻ എന്താണോ അത് കണ്ടെത്തുക, ഹീൽ ചെയ്യാം. പക്ഷെ അവിടെ കണ്ടെത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു പക്ഷേ ഈ നേരത്തെ പറഞ്ഞ കള്ളു കുടിക്കുന്ന ആള് എന്നുണ്ടെങ്കിൽ ആൾക്ക് ഒരാളുടെ ഒരു നല്ലൊരു സപ്പോർട്ട് ആയിരിക്കാം ഇല്ലാത്തത്. അപ്പൊ അവിടെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആളുടെ അടുത്ത് നമുക്ക് ഉപദേശം എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും മോശം കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ, ദേഷ്യാവട്ടെ, എന്ത് നമുക്ക് ഇഷ്ടാവാത്തത് നമുക്ക് മോശമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇഷ്ടാവാത്ത ആ ഒരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അവരെ ഉപദേശിക്കാനായിട്ട് പോകും. പകരം നമ്മൾ എന്ത് ചെയ്യുക? എന്താണ് അവിടെ നമുക്ക് അവരിലെ ആ ഒരു പോസിറ്റീവ് ഇന്റൻഷൻ, ഏതൊരു ബിഹേവിയറിന്റെ പിന്നിലും ഒരു പോസിറ്റീവ് ഇന്റൻഷൻ ഉണ്ടായിരിക്കും. ആ പോസിറ്റീവ് ഇന്റൻഷൻ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടെത്തുക. കണ്ടെത്തിയിട്ട് ഫൈൻഡ് ഇറ്റ് ആൻഡ് ഹീൽ ഇറ്റ്. അവിടെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അതേപോലെ തന്നെ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, ഏതൊരു ബിഹേവിയർ കണ്ടാലും നമ്മൾ അതിനൊക്കെ ലാബിൽ ചെയ്യാറുണ്ട്. ഈ ലാബലിംഗ് എന്ന് പറയുന്നത് വളരെ അധികം പ്രയാസം ഉണ്ടാക്കുന്ന, ഏതൊരു മനുഷ്യനിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഒരു വലിയൊരു കാര്യമാണ് ലാബലിംഗ് എന്ന് പറയുന്നത്. അത് നല്ല ഒരു ലാബലിംഗ് ആണെങ്കിൽ മേ ബി ആളുടെ മറ്റു കാര്യങ്ങളിലൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായേക്കാം. പക്ഷെ കിട്ടുന്നത് ഒരു നെഗറ്റീവ് ലാബലിംഗ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി എ ബിഗ് ചേഞ്ച്. അത് അത്രയും താഴോട്ട് കൊണ്ടുപോകുന്ന ഒരു ചേഞ്ച് ആയിരിക്കും. ഞാൻ എൻ്റെ സ്കൂളിലെ ഒരു അനുഭവം നിങ്ങളുടെ അടുത്ത് പറയാം. എനിക്ക് സ്കൂളിൽ 2016 ഒരു മോനുണ്ടായിരുന്നു. ആ ഒരു കുട്ടിയുടെ കേസ് പറയുമ്പോൾ, അവന് സ്റ്റാർട്ടിങ് സ്കൂളിൽ വന്ന സമയത്ത് ഇപ്പം ആദ്യമായിട്ടൊന്നും സംസാരിക്കൊന്നും ചെയ്തിരുന്നില്ല. അന്നേരത്തില് അവന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരു ടീച്ചർ, ആ ടീച്ചറുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു പാകപ്പിഴവാണ്. പക്ഷെ ആ ടീച്ചർ പറയാണ്, നല്ല സ്നേഹത്തോടെയാണ് ടീച്ചർ പറഞ്ഞത്, ഈ മോന് ഒന്നും പറയണില്ല, ഒന്നും പറയില്ല, എന്ത് ചോദിച്ചാലും മിണ്ടാതെ നിൽക്കുകയാണ്, എന്റെ കുട്ടി ഒന്ന് സംസാരിച്ചെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും കെയറിങ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ്. ടീച്ചറുടെ ഇന്റൻഷൻ പോസിറ്റീവ് ആയിരുന്നു, ആ കുട്ടിക്ക് നല്ലൊരു അറ്റൻഷൻ കൊടുക്കുകയാണ് എന്നൊക്കെ ആണ്. പക്ഷെ അത് ആ കുട്ടിയിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ്, അത് അത്രയും പ്രയാസം ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു.
ആ കുട്ടി ഒരു 3 വർഷത്തോളം ആ സ്കൂളില് ഇതായിരുന്നു ആ കുട്ടിയുടെ പ്രശ്നം എന്നുള്ളത് തിരിച്ചറിയാൻ ഒരുപാട് സമയം എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ആ കുട്ടി സ്കൂളില് ഒരുപാട് വർഷങ്ങള്, 2-ലേറെ വർഷങ്ങള് ആ കുട്ടി ഒന്നും മിണ്ടാത്തൊരു കുട്ടിയായിട്ട് മാറാണ്. ക്ലാസ്സിലെ കുട്ടികൾക്കിടയിലാവട്ടെ, മറ്റു ടീച്ചേഴ്സിന്റെ ഇടയിലാവട്ടെ, എല്ലാവരും ആ കുട്ടിയുടെ പേരെടുത്താൽ അപ്പൊ പറയും, ആ അവൻ മിണ്ടില്ല, അവൻ ആരോടൊന്നും മിണ്ടാത്ത കുട്ടിയാണ് എന്നുള്ളത്. അവിടെ ആ ഒരു ലാബലിംഗ് അങ്ങനെ വരാനുണ്ടായ കാരണം ഒരു ടീച്ചറുടെ ഓവറായിട്ടുള്ള ഒരു കെയറിങ്. ആ ടീച്ചർ അത്രയും സ്നേഹത്തോടെ പറഞ്ഞതാണ്. അപ്പോ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്താ ഈ ലാബലിംഗ് എന്നുള്ളത് ഓരോ മനുഷ്യനെയും എത്രത്തോളം തകർക്കുന്നുണ്ട്, എത്രത്തോളം ഉയർത്തുന്നുണ്ട്. ഒരുപക്ഷെ നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നല്ല അപ്രീസിയേഷനോട് കിട്ടുന്ന ഒരു ലാബലിംഗ് ആണെങ്കിൽ നല്ല ചേഞ്ച് ആയിരിക്കാം ഉണ്ടാവുന്നുണ്ടാവുക. ഇത്തരത്തിൽ നെഗറ്റീവ് ലാബലിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതം തന്നെ തകർക്കുന്നതായിരിക്കും എന്ന് ഓർക്കുക. ഇപ്പോ ഞാൻ എന്റെ കയ്യ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ചോദിക്കുകയാണ്, 2 ഓപ്ഷൻ തരുന്നു. ഇവിടെ വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഓപ്ഷൻ പറയാൻ പറ്റും? മേ ബി വൈറ്റ് എന്ന് പറയും, ആണല്ലോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? വൈറ്റ് കിട്ടുന്നുണ്ട്. ഞാൻ അതിന്റെ തീർത്തും പറഞ്ഞുകൊണ്ടിരിക്കും, നോ ഇറ്റ് ഈസ് ബ്ലാക്ക്, ഇറ്റ് ഈസ് ബ്ലാക്ക് എന്ന് ഞാൻ പറയും. നിങ്ങളല്ല വൈറ്റ് എന്നും പറയും. പക്ഷെ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് നോക്കുന്നത്, ഞാൻ എന്റെ ഭാഗത്ത് നിന്നുകൊണ്ടും. ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഭാഗത്തേക്ക് മാറി വന്ന് നിന്നുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നുണ്ട്, യെസ് ഹിയർ ഇസ് വൈറ്റ്. നിങ്ങൾ അതേപോലെ തന്നെ എന്റെ ഭാഗത്തേക്കും വന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അതേപോലെ തന്നെ പറയാൻ പറ്റും. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പീപ്പിൾ ആർ ഓക്കെ ബട്ട് പീപ്പിൾ ആർ ഡിഫറെന്റ്. എല്ലാവരും ഓക്കെയാണ്, എല്ലാവരും ഒരുപോലെയാണ്. പക്ഷെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളാണ് വ്യത്യാസം. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവരെ കാണാനായിട്ട് ശ്രമിക്കുകയാണുള്ളത്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കാം. ഇപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്യുന്ന ഒരാളെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണെങ്കിൽ, നമ്മളെ ഒരുപാട് ട്രിഗർ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടായിരിക്കും. നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ആളുകളുണ്ട്. അപ്പോ അവിടെ അങ്ങനെ നമ്മളെ ട്രിഗർ ചെയ്യുന്ന ആ ഒരാളെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അയാളുടെ ഏത് ബിഹേവിയർ ആണ് നമ്മൾ ട്രിഗർ ചെയ്യുന്നുണ്ടാവുക? അങ്ങനെ ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരാളിന്റെ ഏത് ബിഹേവിയർ ആണ്? മേ ബി ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും പറഞ്ഞ വാക്കുകളായിരിക്കാം. പലരെയും ട്രിഗർ ചെയ്യാന്ന് പറയുന്നത് പല പല കാര്യങ്ങൾ കൊണ്ടാണ്. ചെറിയൊരു വാക്ക്, ചിലപ്പോ ഒരു എടി എന്ന് ആരെങ്കിലും വിളിച്ച ആ ഒരു വാക്കായിരിക്കാം നമ്മളെ ട്രിഗർ ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോ ഒരാളുടെ തുറിച്ചു നോക്കിയ കണ്ണുകളായിരിക്കാം ട്രിഗർ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ എന്താണ്, അല്ലെങ്കിൽ ഒരാള് ചിലപ്പോ നമ്മളടുത്ത് അത്രയും മൈൻഡ് ചെയ്യാതിരുന്നു, അത് മറ്റൊരാളുടെ ബിഹേവിയർ ആണ്. ആ ബിഹേവിയർ നമ്മൾ ട്രിഗർ ചെയ്യുന്നുണ്ടായിരിക്കും. അതിന് ഒരാളുടെ ഒരു ബിഹേവിയർ കൊണ്ട് നമുക്കൊരു ട്രിഗറിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഇല്ലേ? നമുക്കൊരു ട്രിഗർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരാളിന്റെ ഒരു ബിഹേവിയർ കാരണം നമുക്ക് കിട്ടുന്ന ഒരു ട്രിഗറാണ്. ആ ട്രിഗറിന് നമ്മളൊരു പേര് പറഞ്ഞിട്ടുണ്ടാവാം, ആണല്ലോ. ഇപ്പോ ഒരാള് സൈലന്റ് ആയതിന്റെ പേരിൽ നമ്മൾ പറയുന്ന ഒരു പേരാണ് ആക്റ്റീവ് അല്ല എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മളെ ഒരാള് നമുക്ക് തോന്നുകയാണ്, നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മൾ ബഹുമാനിക്കപ്പെടേണ്ട ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് നമ്മൾ കയറി ചെല്ലുന്നു. അവിടെ നമ്മളെ ബഹുമാനിക്കപ്പെടേണ്ടവര് എഴുന്നേറ്റ് നിന്നില്ല. അന്നേരം നമുക്ക് തോന്നുകയാണ്, ഓ എന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ലല്ലോ, എന്നെ റെസ്പെക്ട് ചെയ്തില്ല എന്നുള്ളത്. മേ ബി ആ വ്യക്തി അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആൾക്ക് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കാം. നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുകയില്ല. നമ്മൾ എന്താ ചിന്തിക്കുക, ഞാൻ റെസ്പെക്ട് ചെയ്യേണ്ട ആളാണ്, എന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. ശരിക്കും അതൊരു ഫാക്റ്റ് ആണോ?
നമുക്കത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചിന്തിക്കുന്നതല്ല, അവർക്കും അവരുടേതായ കാര്യങ്ങളുണ്ട്. അതാണ് പറഞ്ഞത്, പീപ്പിൾ ആർ ഓക്കെ ബട്ട് പീപ്പിൾ ആർ ഡിഫറെന്റ്. നമ്മൾ എന്ത് ചെയ്യണം? എന്തൊരു കാര്യത്തിനും നമ്മൾ ഒരു കറക്ഷൻ ചിന്തിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഒരു കണക്ഷൻ മൈൻഡിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. ഏതൊരു ബിഹേവിയർ കണ്ടിട്ടും നമ്മൾ അയാളെ അങ്ങനെ അതാണ് എന്ന് നമ്മൾ ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ പാടില്ല. ഓരോ ബിഹേവിയർ ഓരോ ബിഹേവിയറിനും അതിൻ്റെതായ പോസിറ്റീവ് ഇന്റൻഷൻ ആവട്ടെ എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ അവരെ എന്ത് ചെയ്യാൻ പാടില്ല, ഓരോ ബിഹേവിയർ കണ്ടിട്ടും അയാളെ ഒരിക്കലും ഡിഫൈൻ ചെയ്യരുത്. ബട്ട് ബിഹേവിയർ ഈസ് ഓൺലി വൺ വിസിബിൾ പാർട്ട് ഓഫ് എ പേഴ്സൺ. ആ ബിഹേവിയർ എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. നമ്മൾ പറയും ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടെന്ന്. അതേപോലെ തന്നെ ഒരു വ്യക്തിയുടെ വിസിബിൾ ആയിട്ടുള്ള ആ ഒരൊറ്റ ഭാഗം മാത്രമാണ് ഈ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത്. ആ വിസിബിൾ അല്ലാത്ത ഭാഗത്തായിരിക്കാം അതിനേക്കാൾ ഒരുപാട് നമുക്ക് ഉണ്ടായിരിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്. ഒരു ബോട്ടിലിന്റെ ഒരു മൂടി എത്രയാണോ അത്രയേ ഉള്ളൂ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു മൈൻഡ് എന്ന് പറയുന്നത്. സബ് കോൺഷ്യസ് ആണ് അതിനേക്കാൾ, ആ ഒരു ബോട്ടിൽ എത്രത്തോളം വലുപ്പമുണ്ടോ അത്രയും ഭാഗം സബ് കോൺഷ്യസ് ആണെന്നും പറയും. അതേപോലെ തന്നെ ഈ കാണിക്കുന്ന ഈ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് അത്രയും ചെറിയൊരു കാര്യം മാത്രമാണ്. അതിനേക്കാൾ ഒരുപാട് കാര്യങ്ങളായിരിക്കും ആളിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന, ആൾ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ. നമ്മൾ കാണാത്ത, നമ്മൾ അറിയാത്ത ഒരുപാട് ഇമോഷൻസ് ഉണ്ടാകാം. ഒരുപാട് ഇമോഷൻസിന്റെ പേരിലായിരിക്കാം അവര് ആ ഒരു ബിഹേവിയർ കാണിക്കുന്നുണ്ടായിരിക്കാം. ഇപ്പം മേ ബി ഒരാള് എന്തെങ്കിലും ഒരു ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിൽ ആൾ അനുഭവിക്കുന്ന ഒരുപാട് ഇമോഷൻസ് ഉണ്ടായിരിക്കാം. മേ ബി ഫാമിലിയിൽ ഇഷ്യൂ ആയിരിക്കാം, അതല്ലെങ്കിൽ വർക്കിംഗ് സ്പേസിലെ ഇഷ്യൂ ആയിരിക്കാം, എന്തു ആവും. എന്തെങ്കിലും ഒരു നീഡ്സ് ഉണ്ടാവാം. ഇപ്പോ കുട്ടികളുടെ കേസാണെന്ന് കൂട്ടാം. ഒരു കുട്ടി ക്ലാസ്സിൽ അടങ്ങിയിരിക്കുന്നില്ല എന്ന് കൂട്ടാം. അങ്ങനെ ഭയങ്കര കച്ചറ കാണിക്കുന്ന ഒരു കുട്ടിയാണ് എങ്കിൽ പൊതുവെ ടീച്ചേഴ്സ് എല്ലാം പറയുന്ന ഒരു കാര്യമാണ്, തീരെ അടങ്ങിയിരിക്കുന്നില്ല. ആ കുട്ടിക്ക് ഉടനായിട്ട് ടീച്ചേഴ്സ് ഒരു ലാബിൽ ഇടുകയും ചെയ്യും. അടങ്ങിയിരിക്കാത്ത കുട്ടി, ദാറ്റ് ഈസ് ADHD. ആ കുട്ടിക്ക് അറ്റൻഷൻ ഇല്ല. അപ്പൊ ADHDക്ക് എന്താ ചെയ്യാ? തീരെ അറ്റൻഷൻ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ട്രീറ്റ്മെന്റ് എടുക്കണം. മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയുടെ അറ്റൻഷൻ കിട്ടും, ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുള്ള ആ ഒരു ഇതിലേക്കായിട്ട് കടന്നു പോകും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ആ ഇവിടെ ഞാനൊരു കുട്ടിയാണ് ഒരു എക്സാമ്പിൾ കാണിച്ചതെങ്കിൽ, ഇനിയിപ്പോ വലിയ ആളുകളാണെങ്കിലും നമ്മളൊരു ബിഹേവിയർ കാണിക്കുന്നുണ്ടെങ്കിൽ, ഒരു ദേഷ്യപ്പെടല്, നമ്മളെല്ലാവരും ഫാമിലി ലൈഫിൽ മുന്നോട്ട് പോകുന്നവരാണ്. ഈ ഫാമിലി ലൈഫിൽ അങ്ങനെ പോകുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ പലരോടും പല ദേഷ്യവും, ഈവൻ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമുക്ക് അത്രയും പ്രിയപ്പെട്ട ആളുകൾ ആരും ആവട്ടെ, നമ്മൾ അവരോട് പരിഭവവും പരാതിയൊക്കെ കാണിക്കാറുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കാണിക്കുന്നുണ്ടാവുക? നമുക്കൊരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അവരുടെ ഒരു അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. ചിലപ്പോൾ ആ കാണിക്കുന്നത് ദേഷ്യമായിരിക്കാം. നേരത്തെ കുട്ടിയുടെ കാര്യം പറഞ്ഞു, ആ കുട്ടി കാണിക്കുന്നത് ആ കുട്ടിക്ക് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അതേപോലെ തന്നെ ഭയങ്കര അക്രമം കാണിക്കുന്ന കുട്ടികളുണ്ടാവും. ഭയങ്കര അക്രമം കാണിക്കുന്ന ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ഓൾസോ ഉണ്ട്. വീടുകളിലൊക്കെ അക്രമം കാണിക്കുന്നവരുണ്ടാവും, ദേഷ്യം കാണിക്കുന്നവരുണ്ടായിരിക്കും. അവരത് കാണിക്കുന്നതിന്റെ പിന്നില് അവരുടെ പോസിറ്റീവ് ഇന്റൻഷൻ എന്ന് പറയുന്നത് അവർക്കൊരു അറ്റൻഷൻ. ഐദർ കിസ് മീ ഓർ കിക്ക് മീ എന്നൊരു വാക്കുണ്ട്. ഒന്നുകിൽ എനിക്കൊരു ഉമ്മ തരൂ, അല്ലെങ്കിൽ ഒരു ചവിട്ടെങ്കിലും തരൂ എന്നുള്ളത്. എന്ന് വെച്ചാല് അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ടാണ് എല്ലാം. നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞു, ഏതൊരാൾക്കും ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിഹേവിയറിന് പിന്നിൽ ഒരു പോസിറ്റീവ് ഇന്റൻഷൻ ഉണ്ട്. അപ്പോ ഒരാള് ചെയ്യുന്നത് നല്ലത് ചീത്ത എന്ന് ആർക്കും അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അവരുടെ കണ്ണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് നോക്കുന്നതെങ്കിൽ അതിനൊരു പോസിറ്റീവ് ഇന്റൻഷൻ ഉണ്ട്. ആ പോസിറ്റീവ് ഇന്റൻഷൻ നമ്മുടെ ഭാഗത്ത് അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഭാഗത്ത് തന്നെ മേ ബി മിസ്റ്റേക്ക് ആയിരിക്കാം.
ആ പോസിറ്റീവ് ഇന്റൻഷൻ എന്താണെന്ന് നമ്മൾ കണ്ടെത്തി അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ ഹീലിംഗ് ചെയ്യപ്പെടുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, നല്ല ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഒരു വ്യക്തിയിലെ ഒരു ബിഹേവിയർ കാണുന്നതിന് പല കാര്യങ്ങളും ഉണ്ടാവെന്ന് പറഞ്ഞു. അവരുടെ നീഡ്സ് ആവാന്ന് പറഞ്ഞു. ഇപ്പൊ നേരത്തെ ആ കുട്ടിയുടെ സ്റ്റോറി, ഒരു അക്രമം കാണിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി അറ്റൻഷന് വേണ്ടിയിട്ടാണ്. ആ കുട്ടിയുടെ നീഡ് എന്തായിരുന്നു? ഒന്ന് ചേർത്ത് പിടിക്കലായിരുന്നു. അപ്പൊ ആ ഒരു ചേർത്ത് പിടിക്കല് കിട്ടാതെ പോകുന്ന സമയത്താണ് കുട്ടികൾ എന്ത് കാണിക്കുന്നത്? അക്രമം കാണിക്കുന്നത്. പല കുട്ടികളെയും പേര് വിളിക്കപ്പെടുന്നത് പല സമയങ്ങളിലും വീടുകളിലാവട്ടെ, പല സ്ഥലങ്ങളിലാവട്ടെ, ഒരുപക്ഷെ അവര് കച്ചറ കാണിക്കുന്ന സമയത്തായിരിക്കാം, അവരറിയപ്പെടുന്നത് അങ്ങനത്തെ സമയങ്ങളിലായിരിക്കാം. എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് വിളിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു പേര് വിളിക്കപ്പെടലിനായിരിക്കാം, ആ ഒരു അംഗീകാരം കിട്ടലിനായിരിക്കാം ഒരു കുട്ടിയാവട്ടെ മറ്റു പലരും ആവട്ടെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവുക. ആ ചെയ്യുന്നത് നമുക്ക് നെഗറ്റീവോ പോസിറ്റീവോ എന്നുള്ളതല്ല. നമുക്കത് നെഗറ്റീവായി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? അവരുടെ ഒപ്പം നിന്ന് അവരായിട്ട് അവരെ ഒന്ന് കാണുന്നു, അവരിൽ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു പോസിറ്റീവ് ഇന്റൻഷൻ എന്തെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ പോസിറ്റീവ് ഇന്റൻഷൻ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, വി വാണ്ട് ടു ക്ലിയർ ഇറ്റ്. അതേപോലെ തന്നെ ഓരോ ബിഹേവിയറിന്റെ പിന്നിലും ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടാവും. പല എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് ഓരോ ബിഹേവിയർ ഉണ്ട്. എനിക്കറിയാം പലരുടെയും ഇപ്പോ ഒരു സ്ഥലത്ത് എനിക്ക് ഞാനൊരു ടീച്ചർ ട്രെയിനർ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന സമയത്ത് ടീച്ചേഴ്സിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു അനുഭവം ഉണ്ട്. അവരുടെ അവരുടെ ആ ഒരു മാനേജ്മെന്റിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള മോശം എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസ് ആണ് പിന്നീട് അവരിൽ ഉണ്ടാക്കുന്നത് ഓരോ ബിഹേവിയർ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് നല്ല ബിഹേവിയർ ആയി മാറിയവരുണ്ട്. ഇപ്പോ ഹലോ, എന്റെ അടുത്താണോ? ഇല്ല, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നും എന്തുണ്ടാവാറുണ്ട്? നല്ല ബിഹേവിയർ ഉണ്ടാവാറുണ്ട്, മോശം ബിഹേവിയർ ഉണ്ടാവാറുണ്ട്. അപ്പോ ഇതാണ്. അതേപോലെ തന്നെ എന്താ പറയാ, നല്ല നല്ല എന്തെങ്കിലും അവരുടെ സ്റ്റോറീസ്, അവരിലെ എന്തെങ്കിലും കുറെ കഥകൾ ഉണ്ടാവാം. അതിൽ നിന്നും എന്തുണ്ടാവാറുണ്ട്? ഓരോ മനുഷ്യരിലും ഓരോ ബിഹേവിയർ ഉണ്ടാവാറുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? നെവർ എവർ അഡ്ജസ്റ്റ് ഇൻ യുവർ ലൈഫ്, ഓൺലി അണ്ടർസ്റ്റാൻഡിങ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൊണ്ട് നടക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫിൽ അഡ്ജസ്റ്റ്മെന്റുമായിട്ട് മുന്നോട്ട് പോകരുത്. നമ്മൾ എന്ത് ചെയ്യണം? അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. നമ്മൾ ഒരാളെ അഡ്ജസ്റ്റ് ചെയ്യാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കത് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അഡ്ജസ്റ്റ്മെന്റ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു പക്ഷേ അവരെ മനസ്സിലാക്കിയിട്ടാണ്. ഇപ്പോ നേരത്തെ പറഞ്ഞ ആ ഒരു മോശം ക്യാരക്ടറുള്ള ഒരുപാട് ഫാമിലിയിൽ നമ്മൾ കണ്ടുവരുന്ന കേസുകളാണ്. നമുക്ക് ഒരുപാട് കേസുകൾ വരുന്നതാണ് കള്ളു കുടിച്ചിട്ടും മറ്റൊക്കെ ആയിട്ട്. അപ്പൊ അവിടെയും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. എന്തുകൊണ്ടാണ് അവരിൽ ഇങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ടായത്? അങ്ങനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവരോടൊപ്പം നിൽക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവരുടെ ആ ഒരു ബിഹേവിയർ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഒരു ഫാമിലി ലൈഫ് തകർന്ന ഒരു ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഫാമിലിയിൽ തകർച്ചയ്ക്കുണ്ടായ മെയിൻ കാരണം എന്ന് പറയുന്നത് അവർക്കിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു. ഏതൊരു ഫാമിലി എന്നല്ല, ഏതൊരു റിലേഷൻഷിപ്പ് ആവട്ടെ, അതൊരു ഹസ്ബൻഡ് വൈഫ് എന്നോ പിന്നെ അതേപോലെ തന്നെ ഒരു ടീച്ചർ സ്റ്റുഡന്റ് എന്നോ എവിടെയാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഏതൊരു റിലേഷൻഷിപ്പ് ആവട്ടെ, ഏത് രണ്ട് പേഴ്സൺസ് തമ്മിലാവട്ടെ, അവിടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കാരണം, മേജർ കാരണം എന്ന് പറയുന്നത് അവർക്കിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവര് അഡ്ജസ്റ്റ് ചെയ്യാണ്. ആ അതിങ്ങനെ പലരും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു, അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്നു, കുഴപ്പമില്ലാതെ പോകുന്നു, ഓക്കെ ആണ് എന്ന്. നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നത്.
അപ്പൊ ഇങ്ങനെ പറയുന്ന സമയത്ത് പറയും അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, അത് ശ്രമിക്കാം, അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത്, അണ്ടർസ്റ്റാൻഡിലേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. അവിടെയും നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു ശ്രമം എന്നുള്ളത് ഒരിക്കലും ഒരു ഫൈനൽ വേർഡ് അല്ല. അതെങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മുടെയൊക്കെ മുന്നിൽ ഒരു സാധനം ഇരിക്കുന്നുണ്ട്, ഒരു പേന, ബുക്കോ അല്ലെങ്കിൽ ഒരു ബോട്ടിലോ എന്തെങ്കിലും ഒന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറയാണ് അതൊന്ന് എടുക്കാനായിട്ട് ഒന്ന് ശ്രമിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നമുക്കത് സ്വന്താക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും സാധിക്കില്ല. നമുക്കത് അതിന്റെ ആ ഒരു ഫൈനൽ സ്റ്റേജ് വരെ എത്തി നിൽക്കാൻ പറ്റും, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും അത് അവിടെ പോയി അത് എടുത്തോണ്ട് നമുക്കത് സ്വന്തമാക്കാൻ പറ്റില്ല. ആ സ്വന്തമാക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ എപ്പോഴും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതൊന്ന് എടുക്കാനായിട്ട്, അവിടേക്കൊന്ന് എത്താനായിട്ട് നമ്മൾ ഇങ്ങനെ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ശ്രമങ്ങൾ മാത്രമാകുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് നമ്മുടേതാക്കി മാറ്റാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ശ്രമിക്കുക എന്നുള്ളത്, ട്രൈ ചെയ്യാം എന്നുള്ളത് നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ മാറ്റി വെച്ചിട്ട് ഡു ഇറ്റ് എന്നതിലേക്ക് നമ്മൾ മാറണം എന്നുള്ളതാണ്. അതേപോലെ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളതിന് നമ്മൾ പറയുമ്പോൾ എന്തായിട്ട് വരും? നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്തു വരുന്ന പല അഡ്ജസ്റ്റ്മെന്റുകളുണ്ട്. ആ അഡ്ജസ്റ്റ്മെന്റുകളെ നമ്മൾ എന്ത് ചെയ്യുക? അണ്ടർസ്റ്റാൻഡ് എന്നതിലേക്കായിട്ട് മാറ്റാം. ഓക്കെ, അപ്പോ നമുക്ക് ഇനി നമുക്കൊരു സമയത്ത് ഒരു ഇറിറ്റേഷൻ വരികയാണ്, നമുക്ക് ഏതെങ്കിലും ഒരാളില്, നമുക്ക് ഡെയിലി ലൈഫാണ്, നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് ഇറിറ്റേഷൻ വരും. മേ ബി നമുക്ക് നമ്മളോട് തന്നെ ഇറിറ്റേഷൻ വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന ആള്, ഇല്ല ഇനി ഞാൻ തന്നെ ആണെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഇറിറ്റേഷൻ വന്നത് എന്ന് ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കണം. അത് എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഞാനാണെങ്കിൽ എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യണം. അതല്ല എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് എന്താണ് കാരണം, ആ വ്യക്തിയിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ അവരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്താണ് ആ കാണുന്ന പ്രശ്നത്തിന് കാരണം എന്നുള്ളത്. അവര് കാണിക്കുന്ന ഓരോ ബിഹേവിയറിനും ഓരോ പോസിറ്റീവ് ഇന്റൻഷൻ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ പോസിറ്റീവ് ഇന്റൻഷൻ നമുക്ക് തെറ്റാണ്, ശരി, ഓക്കെ, പക്ഷെ ആ അവരുടെ പോസിറ്റീവ് ഇന്റൻഷൻ മനസ്സിലാക്കിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അവരെ ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് തന്നെ എങ്ങനെ ആ വ്യക്തിയെ നമുക്ക് കറക്റ്റ് ചെയ്യാം എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒരാളെ കാണുമ്പോൾ എന്താണ്, വാട്ട് ആം ഐ നോട്ട് സീയിങ് ഇൻ ദാറ്റ് പേഴ്സൺ, ആ വ്യക്തിയിൽ ഞാൻ എന്താണ് കാണാത്തത് എന്നതായിരിക്കണം നമ്മുടെ ചിന്ത എപ്പോഴും നടക്കേണ്ടത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവർ കാണിക്കുന്ന ദേഷ്യമാവട്ടെ, അക്രമാവട്ടെ ഒക്കെ കാണുന്നുണ്ടെങ്കിലും, സൈലന്റ് ആവട്ടെ, എന്തൊരു ബിഹേവിയർ കാണുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ചോദ്യം എന്തായിരിക്കണം? വാട്ട് ആം ഐ നോട്ട് സീയിങ് ഇൻ ദാറ്റ് പേഴ്സൺ, അല്ലെങ്കിൽ എന്നിൽ ഞാൻ കാണാത്തത് എന്താണ്, മറ്റൊരാളിൽ ഞാൻ കാണാത്തത് എന്താണ് എന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്ത എപ്പോഴും. ബിക്കോസ് സംടൈംസ് ബിഫോർ എ പേഴ്സൺ നീഡ്സ് കറക്ഷൻ, ദേ നീഡ് കണക്ഷൻ. ഏതൊരു വ്യക്തിയെയും കറക്റ്റ് ചെയ്യുന്നതിന്റെ മുൻപായിട്ട് അവർക്ക് ഒരു കണക്ഷൻ ആവശ്യമാണ്. ഫൈനലി ഐ സേ കണക്ട്. ഫസ്റ്റ് കണക്ട്, ദെൻ അണ്ടർസ്റ്റാൻഡ്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് കറക്റ്റ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നല്ലൊരു ബന്ധം, നല്ലൊരു കണക്ഷൻ, സൗഹൃദമാവട്ടെ, ഫാമിലി ലൈഫിലുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആവട്ടെ, ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണം. ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അവരെ മനസ്സിലാക്കണം. ആൻഡ് ഫൈനലി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരെ കറക്റ്റ് ചെയ്യാം എന്നുള്ളത്. സോ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഈ ഒരു ടോപ്പിക് ഇതായിരുന്നു. ഓക്കെ, എനിവേ, താങ്ക് യു ഓൾ. ഗുഡ് മോർണിംഗ്. കേൾക്കാൻ മനസ്സുള്ളിടത്താണ് ബന്ധങ്ങൾ തളിർക്കുന്നത്. തിരിച്ചറിയാൻ ശ്രമിക്കുന്നിടത്താണ് സ്നേഹം പുഞ്ചിരിക്കുന്നത്.
സൗഹൃദത്തിന്റെ, ബന്ധങ്ങളുടെ ആഴം തൊട്ട മനോഹരമായ ഒരു അനുഭവത്തിലൂടെയാണ് നാം എല്ലാവരും കുറച്ച് സമയമായിട്ട് കടന്നുപോയത്. കണക്ട് ബിഫോർ യു കറക്റ്റ്. തിരുത്തലുകളേക്കാൾ പ്രധാനം ഹൃദയങ്ങൾ തമ്മിലുള്ള കൂട്ടിച്ചേർക്കലുകളാണെന്ന് തികച്ചും ലളിതവും എന്നാൽ അത്രമേൽ ആഴത്തിലും നമ്മോട് സംസാരിച്ചത് പ്രിയപ്പെട്ട നമ്മുടെ ഷംല മാഡം, സിജിയിലെ പ്രിയ സുഹൃത്തു കൂടിയാണ്. ബന്ധങ്ങളിൽ നമ്മൾ പടുത്തുയർത്തേണ്ട ആശയവിനിമയത്തിന്റെ പാലങ്ങളെക്കുറിച്ച് എത്ര സുന്ദരമായാണ് മാം ഓർമ്മിപ്പിച്ചത്. മനുഷ്യബന്ധങ്ങളിൽ തിരുത്തലുകൾക്ക് മുമ്പ് തിളങ്ങേണ്ടത് സ്നേഹത്തിന്റെ വെളിച്ചമാണെന്ന് വ്യക്തമാക്കി തന്ന പ്രിയപ്പെട്ട ഷംല മാഡത്തിന് സിജി ഡിവിഷൻ ടീമിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഡിവിഷൻ ഡയറക്ടർ നൂസിയ മാഡം, ടീം ഇൻചാർജ് ഷിഫ്ന മാഡം ഉൾപ്പെടുന്ന ടീം മെമ്പേഴ്സിനും സ്നേഹം. തിരക്കുകൾക്കിടയിലും ഈ ആശയത്തിന്റെ മൂല്യം മനസ്സിലാക്കി നമ്മോടൊപ്പം ചേരുകയും ഈ പ്രഭാതത്തിന് കൂടുതൽ ശോഭ പകരുകയും ചെയ്ത നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്ക് ഒരു കൂട്ടം നന്ദി പുഷ്പങ്ങൾ നേരുന്നു. ഹൃദയങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇനിയും ഇതുപോലെയുള്ള നല്ല നിമിഷങ്ങളിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഓൾ.